മുക്കി നോക്ക്, അങ്ങനെ വായുണ്ട് മട്ടൺ പോലെ തന്നെ. ഓ Chai. ചായ്. This mango chai. നല്ല മണം. This jasmine chai. അങ്ങനെ അൽമാത്തി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അവിടെയുള്ള ഒരു ഫേമസ് മാർക്കറ്റിലേക്കായിരുന്നു. ഗ്രീൻ ബസാർ എന്നാണ് ആ മാർക്കറ്റിന്റെ പേര്. ആക്ച്വലി അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടത് കിട്ടും. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ കസാക്കിസ്ഥാനിലെ ആൾക്കാർ മെയിനായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഹോഴ്സ് മീറ്റ് കഴിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി അതിനടുത്ത് തന്നെയുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ വന്നു. ടാക്സി കയറി ഒരു 25 മിനിറ്റ് ഉണ്ട് നമ്മുടെ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ. അല്ലേ, ഗ്രീൻ ബസാർ എന്നുണ്ട്. നമ്മളിവിടെ ടാക്സിക്കെല്ലാം യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് വെച്ചാൽ യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ തട്ടിപ്പൊന്നും ഇല്ലാതെ ബുക്ക് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. നമുക്ക് റോഡൊക്കെ നോക്കി എന്താ മുമ്പിലേക്ക് നല്ല ഇത്ര നല്ല റോഡ് ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണുമോ? ഇന്ത്യയിൽ എത്രയും നല്ല ഡെവലപ്ഡ് കൺട്രി ആയിട്ട് ഒരു പോക്കില്ല അതിലേക്ക്. നമ്മൾ പോകാൻ പോകുന്ന ഗ്രീൻ ബസാർ എന്ന സ്ഥലം കണ്ടോ, ക്രോസ് ചെയ്യുമ്പോൾ നിർത്തി കൊടുക്കണം. എന്താ ഒരു ഹോണും ഇല്ല ഒന്നും. അതാണ് അതിൻ്റെ ഒരു എന്തായാലും നല്ല സ്ഥലമാണ്. വലിയ ചൂടൊന്നുമില്ല, അത്ര തണുപ്പില്ല, ഒരു നോർമൽ ക്ലൈമറ്റ്. നമുക്ക് ഇവിടെ ശരിക്കും 8 മണിക്കൂർ അല്ലെ ലേ ഓവർ ഉള്ളത്. അതുകൊണ്ടാ നമ്മള് പുറത്തിറങ്ങാന്ന് വിചാരിച്ചത്. ഇവിടെ അങ്ങനെ പുറത്തിറങ്ങുന്നതിന് പ്രശ്നമില്ല. അതെ, ഇന്ത്യൻസിന് പാസ്പോർട്ട് ലിസ്റ്റ് കാണിച്ചാൽ മതി. അവർ ചോദിക്കിങ്ങനെ ആദ്യമായിട്ടാണോ അങ്ങനെയാണ് ചോദിച്ചത്. പിന്നെ നമ്മളതില് ജപ്പാൻ വിസ ഒക്കെ കണ്ടപ്പോ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് ഗ്രീൻ ബസാർ അവിടെ കുറച്ച് ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നോക്കട്ടെ, എന്നിട്ട് അവിടെ എല്ലാതും കുറച്ച് സോവനീർസ് വാങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് വേറെ സ്ട്രീറ്റ് ഉണ്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. അവിടെ എനിക്ക് ഇറങ്ങണം. അതെല്ലാം കഴിഞ്ഞ് നല്ല ഫുഡ് കഴിച്ച് നേരെ തിരിച്ചു വരും. എന്ത് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഒക്കെയാണ് സ്ട്രീറ്റ് മൊത്തം കണ്ടില്ല. ഓടി കാണും പോലെ മൊത്തം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കസാക്കിസ്ഥാന്റെ ഭംഗിയും ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ് ഈ 2 സ്ഥലങ്ങളും. പിന്നെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഗ്രീൻ ബസാറിലെത്തി. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഒരു പെട്ടി എടുത്തിട്ട് വന്നാൽ മതി. ഇതാണ് ഗൈസ് ഗ്രീൻ ബസാർ. ഇത് മൊത്തം മറ്റേ ലോക്കൽ ഫാമേഴ്സിന്റെ ഒരു ഷോപ്പാണ്. കണ്ടില്ലേ, മൊത്തം ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചാണ് നല്ല രസമുണ്ട്. കളർഫുൾ. ഞാൻ എന്തായാലും എന്റെ ക്യാമറയിൽ എടുത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ഫസ്റ്റ് വെള്ളം കുടിക്കാം. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്കി എന്തെല്ലാം സാധനങ്ങളാണ്. അത് മൊത്തം ചെടികളുടെ സീഡ്സും കൊറേ ടൈപ്പ് ചെടികൾ. നോക്കി, ഇതല്ലേ നമ്മുടെ സാമ്പാർ ഉള്ളി, പിന്നെ ഷാലറ്റ്സ്. ഇതാ സാധനം. ഇത് മൊത്തം ടിഷ്യൂ പേപ്പറിന് എന്തൊക്കെ സെറ്റപ്പ്. ഓ, ഇതാണ് മറ്റേതാ ഫുള്ള് ഇറച്ചി. ഇവിടെ മെയിൻ ഹോഴ്സ് മീറ്റാ, കുതിര ഇറച്ചിയാണ്. ആ ചിത്രങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുക്കണം എനിക്ക്. പക്ഷെ എന്നാലും ഇവിടെ വലിയ നാറ്റമൊന്നുമില്ല അല്ലേ? ഇല്ല, നാറ്റമൊന്നുമില്ല. പക്ഷെ മൊത്തം ഇത് പന്നീന്റെ സെക്ഷൻ, കുതിരയത് അങ്ങ് അപ്പുറത്താണ്. പാവം പന്നി കുട്ടികൾ. വലിയ നാറ്റമൊന്നുമില്ല. കുറച്ചൊരു മണം ഉണ്ട് ചെറിയ അവിടെ ഇവിടെ. ചെറിയൊരു ചല്ലാണ്ട് ഈച്ച വലിയ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല നീറ്റാ. അതാ ആ ചിത്രം കണ്ട കുതിര ഇറച്ചി. അത് സൂം ആയി കൊടുക്കും. നൈസാ. ഇവിടെ ചെറിയൊരു നാറ്റുണ്ട്.
ഈ ഏരിയ മൊത്തം കുതിരന്റെ മൊത്തം ഒരു മീറ്റ് മാർക്കറ്റാ. ഈ ഒരു ഏരിയ അപ്പുറത്ത് ചെറിയൊരു ഷോപ്സ് ഉണ്ട്. ഈ സൈഡില് ഇപ്പുറത്തെ സൈഡില് ഫുൾ ഇങ്ങനത്തെ. നമുക്കിപ്പോ അങ്ങോട്ടേക്ക് പോവാം, കുറച്ച് നേരെ പോയി നോക്കാം. ഈ മീറ്റ് സെക്ഷൻ മൊത്തം ഒന്ന് കവർ ചെയ്യാം. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്. ഇത് മൊത്തം മീറ്റ് സെക്ഷൻ, നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല ഇതെല്ലാം സാലഡ് പോലത്തെ അല്ലേ? ഇത് റെഡി ടു ഈറ്റ് ഫുഡ്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെച്ചത് പേയ്മെന്റ് എല്ലാത്തിനും കൗണ്ടർ നമ്പറിലുണ്ട്. താഴെ കണ്ടോ 139, 140 എല്ലാം. നമ്മളെന്തോ ഒരു സാധനം വാങ്ങി. ഇതല്ലേ ഇതേ വെള്ള. ഇത്ര രാവിലെ തന്നെ സമയം 11. ഈ ഒരു ടൈം ഭയങ്കര തിരക്കാണ്. സ്മോൾ പീസ്, വെരി സ്മോൾ. This is fine. Oh. ഇല്ല One tasting. സ്വീറ്റ് ഉണ്ട്. Okay. And this is sweet. Millet, chocolate, it's halwa. Oh, okay. It's camel milk. Cheese. Camel milk. Camel cheese. Honey cheese. This cow cheese. Same. How much for this? 2,000. 2,000. This millet, chocolate, iron, 2,000. This milk. 2,000. Okay. Thank you. Okay. നല്ല പറഞ്ഞിരുന്നുണ്ടല്ലേ? എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ? അങ്ങോട്ട് പോയി നോക്കാം. ആ ഏരിയയില് ഇതെല്ലാം ഫുള്ള് ചീസിന്റെ സാധനങ്ങളാ. ചീസ്, ബട്ടർ, അങ്ങനെയുള്ള. It's okay. What is this? Blogger. Dog. യെസ് YouTube. യെസ് Instagram. യൂട്യൂബ്. താങ്ക് യു. Oh, Chocolate agro. വാൾനട്ടാ? yeah. Kerala, Mumbai, Kerala, Punjab, Gujarat. Kerala. Kerala ji. Ismail Thora. Oh, this is like the first one. It is natural. Macadamia. ഒരു പകുതി ഉണ്ട്. अच्छा. Smell करो. Oh, Chai. chai. This mango chai. നല്ല മണം. This jasmine chai. ജാസ്മിൻ ചായ. Oh, ഭയങ്കര അടിപൊളി മണം. Apple. ആപ്പിളോ? apple. Oh, nice. So, മറ്റേ സാധനയുടെ This orange. orange. Oh. So, Natural tea, very good. okay, all are tea. Oh, this tea, yes. ഇതാ നീ പറഞ്ഞ സാധനം? And നീ എന്തോ ഹോഴ്സിന്റെ അല്ല? which sweet is made from horse meat? This one. This halwa. Are This too much honey, sweet. such a walnuts mix. Very good. What is the price of this one? 100 gram 1,500.
അത് ഇന്ത്യ yeah, yeah. कितना केजी 100 gram means how 100 ग्राम और only 2 or 3 है. कितना 1 किलो की Card accept है. कार Huh? Accept. Oh. बिजनेस अंबानी ഓ ഇയാളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത് വാങ്ങിച്ചാൽ എനിക്ക് മാക്ഡേമിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 1 किलो 1 kilo how much? 15000 Oh, not 1 kilo. കുറച്ച് മതി. We have flight انا problem okay weight limit. is I for me നമുക്കൊരു 500 ഗ്രാംസ് എടുത്താലോ? 7500 പറയുമ്പോ 2000 രൂപേനെ എടുത്തു. smell करो എന്താ അത്? natural very വാൾനട്ട് അല്ല വാനിലേന്റെ all okay हो 300 grams how much? 300 ग्राम बस. पास करो How much now? Weight 400 ग्राम 400 grams. 3 പോരെ 300 പോരെ? നോക്ക. How much will this cost? 6000 6000. എന്നാ അത് മാത്രം വാങ്ങിക്കും. മാത്രം മതി. Yes. Pack. chocolate And what about this? Sweet. How much? 100 ग्राम 2500 डिस्काउंट 2000 आनी For this discount? जो 2500 cash ഈ नाम സാധനം दे नाम Pranav. प्रणव Zahiriddin Oh, nice to meet you. welcome Yes. Kazakhstan Thank you. So this is now 6000. ആ ഇനിയിപ്പോ നമ്മള് അതിന് ഇവിടുന്ന് അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടിപ്പുറത്ത് വേറെ രീതിയിലേക്ക് നല്ല നല്ല ചെരുപ്പുകളിലുണ്ട് കേട്ടോ. കുറെ എന്തെല്ലോ ബാഗ്സും അല്ലേ? എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. എല്ലാം കാണുമ്പോൾ തന്നെ കുറച്ച് നല്ല സോവനീഴ്സിന് നമുക്ക് എന്തായാലും വാങ്ങണം പോകുന്നതിന്. അതെന്തായാലും അത് വാങ്ങിക്കും. അർബാത്ത് മറ്റേ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങണോ അതോ ഇവിടെ നിന്ന് വാങ്ങണോ? ഇനി ഇതിന്റെ അങ്ങോട്ട് ആ സൈഡിലും ഉണ്ടല്ലേ? നല്ല രസമുണ്ട് ഇത്. കൊള്ളാം. അതിന്റെ പുറത്തെല്ലാം എന്താ ഇവിടെ ഉണ്ട് സോവനീർ ഷോപ്പ്. ക്യാപ്സ് ഉണ്ട്. ബാഗ് വേറെ എന്തെല്ലോ കുറേ സാധനങ്ങളുണ്ട്. ടോമി ജീൻസ്. പക്ഷെ നമുക്കിപ്പം കൊറേ ഒന്നും ഇവിടുന്ന് വാങ്ങിക്കാനും പറ്റൂല, പെട്ടുപോയി. അല്ല അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോ അവിടെ സോവനീർസ് ഉണ്ട്, വാ നോക്കാം. ചിലപ്പോ ചീപ്പായിട്ട് കിട്ടും. ചോദിച്ചു നോക്കാം. ഒരു സ്ഥലത്തു നിന്ന് തന്നെ വാങ്ങിക്കണ്ട, എല്ലാം ചോദിച്ചു നോക്കിട്ട് വാങ്ങിക്കാം. ഇവിടെ ഇഷ്ടം പോലെ സോനീസ് ഉണ്ട്. എന്താ അവിടെ നല്ല ഉണ്ടെന്തെങ്കിലും? അവിടെ നോക്കാം നമുക്ക്. അവിടെ ഉള്ളിൽ കുറച്ച് പോവാ. നല്ല നീറ്റാണ് മാർക്കറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടും. അല്ല മാർക്കറ്റ് എന്നെല്ലാം പറഞ്ഞാലും നല്ല നീറ്റ്നെസ് ഉണ്ട്. നോക്ക്. ഓ ഡൈസ് എന്തെല്ലോ സാധനങ്ങളാ. ഇതെല്ലാം നിന്റെ കയ്യിലുള്ള പോലത്തെ ഐറ്റംസ് ആണ്. അതുണ്ട്. ഇതിലിപ്പോ ഏത് വാങ്ങിക്കും? ഞാൻ നോക്കുന്നുണ്ട്. ഇത് വല്ലതും വേണോ? വെറൈറ്റി ആയിട്ടുള്ള വാങ്ങിക്കല്ലേ അങ്ങനത്തെ എന്തെങ്കിലും? അതാണോ അല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതോ? ഇതെന്താ സാധനം? കസാക്കിസ്ഥാൻ. ഏതാ നല്ലതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഇനി അവിടെ ഏതാ? അത് പക്ഷെ ഒരു രസമില്ല. ഇങ്ങനത്തെ തന്നെയാ ഡള്ള് ഇത്. എനിക്കൊന്ന് ഇങ്ങനത്തെ വാങ്ങിച്ചാലോ? ഈ മോഡൽ ഈ നീലല്ലേ? ഇത് വാങ്ങിക്കാൻ തന്നെ എനിക്കും തോന്നുന്നു അല്ലേ? നോക്ക്, ഇതിൽ മൊത്തം കസാക്കിസ്ഥാന്റെ സ്ഥലങ്ങളും.
ഇതെന്താ ഷുഗറാ? ഗായ്സ്, നമ്മള് അൽമാത്തിയിൽ വന്നിട്ട് കുതിര ഇറച്ചിയാണ് കഴിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോ ബീഫ് പോലെ തോന്നും അല്ലേ? ബീഫ്, പക്ഷെ കളറ് എന്തോ മാറ്റമുണ്ട്. കുറച്ചൊരു ബ്രൗൺ ലീൻ മീറ്റ് ആയിരിക്കും, അങ്ങനെ ഫാറ്റ് അധികമില്ല, നല്ല പ്രോട്ടീൻസ് ആണ്. അത് ട്രൈ ചെയ്യാൻ നോക്കാം. എങ്ങനെ ഉണ്ടാവോ? നല്ല അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. ഇതിന്റെ കൂടെ സോസ് തന്നിട്ടുണ്ട്, അതിൽ ഡിപ്പ് ചെയ്തിട്ട് അയക്കണ്ടേ? അറിയില്ല ഒന്ന് കഴിച്ചു നോക്ക്. ഇതെന്താ സാധനം? അതെന്തോ അറിയില്ല. എന്താ മുഖത്തൊരു വ്യത്യാസം? ഒരു ടൈപ്പ് നൂഡിൽസ്. ഓ, നൂഡിൽസാ? ഒരു ചീസിന്റെ ടേസ്റ്റ്. ഹോസും മീറ്റ്സും തിന്നു നോക്ക്. ഇതിന്റെ ടേസ്റ്റ് തന്നെ. എന്താ? ഒരു സൂപ്പ്. അതിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ല എങ്ങനെ? ബീഫിന്റെ എല്ലാം പോലത്തെ ടേസ്റ്റ്? ബീഫ് തന്നെ. ഇതൊന്ന് മുക്കി നോക്ക്, അങ്ങനെ വായില്ലേ, മട്ടൺ പോലെ തന്നെ. നല്ല മട്ടൺ പോലെ തന്നെ, ഭയങ്കര കട്ടിയുണ്ട്. കുറച്ച് കട്ടി. അത് നല്ല പ്രോട്ടീനാണ്. ഒന്നുകൊണ്ടിരിക്കുമ്പോ മട്ടന്റെ ടേസ്റ്റ്, മട്ടന്റെ ബീഫിന്റെ എല്ലാം ഒരു. അതെ, ഇതിന്റെ നടുക്ക് കുറച്ച് പൊട്ടറ്റോവും ഉള്ളി, പിന്നെ ഇത് ഇങ്ങനെ ഫ്ലാറ്റ് ടൈപ്പ് നൂഡിൽസും ഉണ്ട്, കണ്ടില്ലേ? പിന്നെ എന്തൊരു സൂപ്പും തന്നെ. നമ്മളിതിലും മുക്കി കഴിക്കാം കേട്ടോ, നമുക്കറിയില്ല.